ഇന്ന് ഞങ്ങളുടെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. 6ാമത്തെ ബർത്ത്ഡേ ആണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ ആദ്യമായിട്ട് അപ്പൻ അമ്മ എന്നൊരു കാറ്റഗറിയിലോട്ട് മാറിയൊരു ദിവസമാണ്. ഇത് മകള്, ഭാര്യ, അതിനുശേഷം അമ്മ എന്ന കാറ്റഗറിയിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡ്, മകൻ, ഭർത്താവ്, അതിൽ നിന്ന് അപ്പൻ എന്നൊരു കാറ്റഗറിയിലേക്ക് വലിയൊരു സ്ഥാനക്കയറ്റം കിട്ടിയൊരു ദിവസമാണ്. അതിനി നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു റോള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ പല അപ്ഗ്രേഡ് ചെയ്ത് വരും ആ റോളുകൾ. എന്നാൽ ആദ്യത്തെ റോള് അപ്പൻ അമ്മ, ആ റോള് ഞങ്ങൾക്ക് കിട്ടിയൊരു ദിവസമാണ് 2020 ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 12:49. വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. വളരെ സന്തോഷമാണ് എല്ലാവർക്കും. ഇന്നും ഓണമാണ്. ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. ഞങ്ങളുടെ വളരെ ആശിച്ച് മോഹിച്ച് നമ്മൾ പ്രസവകാലം, ഗർഭകാലം ഒക്കെ കാത്തിരുന്ന് ജനിച്ച ആദ്യത്തെ കൺമണിയാണ്. ഇപ്പം ഞങ്ങൾക്കൊരു മോനും കൂടി ഉണ്ട്. അവൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ്, ഫസ്റ്റ് ബർത്ത്ഡേ. അവർ തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തോളം ഞങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അവൻ്റെ പേര് സ്റ്റാൻസൺ, മറ്റവൻ്റെ പേര് സിയോൺ. സ്റ്റാൻസിന് വേണ്ടി ഞങ്ങൾ 3 വർഷം കാത്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ പ്രഗ്നൻസി കാലഘട്ടം വളരെ സങ്കടം നിറഞ്ഞൊരു സമയമൊക്കെ ആയിരുന്നു. കാരണം കോവിഡിൻ്റെ ഒരു ടൈമായിരുന്നു. കോവിഡ് ഡിക്ലെയർ ചെയ്തൊരു ടൈമാണ്. കോവിഡ് ഇത് ഇത്രയും വലിയ പ്രശ്നക്കാരനാണോ എന്ന് തിരിച്ചറിയുന്നത് ഓരോ ദിവസങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാണ്ട് മുൻകൂട്ടി നമുക്ക് ഇപ്പോൾ കോവിഡ് ഇത്രയും ഭീകരനായിരുന്നു എന്ന് ചോദിച്ചറിയാം. പക്ഷെ അന്ന് നമുക്കറിയില്ല. നമ്മൾ ഡേ ബൈ ഇതിൻ്റെ ഭീകരാന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റാന്ന് അറിയുന്നത് ജനുവരിയിലാണ്. മാർച്ചിൽ കോവിഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു എന്താ പറയുക, അത്രയും വലിയൊരു ഇതായിട്ട് ഭീകരജീവിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കുറച്ചല്ല. ഞാൻ നേഴ്സായിരുന്നു, ഇപ്പം ഞാൻ വർക്ക് ചെയ്യണില്ല. അപ്പോൾ കോവിഡിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രം എനിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറ്റി. എൻ്റെ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് ഓരോ പ്രോബ്ലംസ് ആയിരുന്നു. പ്ലാസൻ്റ പ്രീവി ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഓരോരോ സംഭവങ്ങൾ, സ്പോട്ടിങ് ഉണ്ടായിരുന്നു, ത്രട്ടൻഡ് അബോർഷൻ ആയിരുന്നു. എപ്പോഴും 15 ദിവസം വെച്ചിട്ട് ഞാൻ ലീവിലായിരുന്നു. അതിനുശേഷം എനിക്ക് ലീവില്ല. എനിക്ക് മുന്നോട്ട് ഇനി ലീവില്ല. റിസൈൻ ചെയ്യണ ഘട്ടത്തിലേക്ക് ഞാൻ എത്തി. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ കോവിഡ് എനിക്ക് വേണമെങ്കിൽ ഒരു ദേവദൂതനെ പോലെ എന്ന് പറയാം എൻ്റെ മുന്നിൽ വരുന്നതും. ഓൾ ഹോസ്പിറ്റല് LPയിലോട്ട് പോകണം, അതായത് ലോസ് ഓഫ് പേ. നമുക്ക് സാലറി ഇല്ലാത്ത ലീവ് എത്ര വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ജനിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിച്ചു. കോവിഡ് എന്തെങ്കിലും ആവട്ടെ, ലീവ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ലോസ് ഓഫ് പേ ലീവിൽ ഞാൻ വീട്ടിലിരിപ്പായിരുന്നു. ആ ഒരു സമയം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്ന ആ ടെൻഷനില്ല, നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പേടിച്ച് നടക്കേണ്ട കാര്യമില്ല. കാരണം പ്രഗ്നൻസിയിലൊരു എന്നുവെച്ചാൽ ഒരു കുറച്ച് ശ്രദ്ധിക്കുന്ന റിസ്കി പ്രഗ്നൻസി ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു. ആകെ ചക്കയും മാങ്ങി മാത്രമേ എനിക്ക് കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ. കാരണം നമ്മുടെ വീടിന് ചുറ്റും സുലഭമായിട്ട് ചക്കയും മാങ്ങി ഉണ്ടായിരുന്നു. ആ ഒരു സമയം മാർച്ച് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ചക്ക മാങ്ങ സീസണാണ്. ഇതല്ലാതെ വേറൊരു ഫ്രൂട്ടോ വേറൊരു ബേക്കറി ഐറ്റംസോ എനിക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാൻ കിട്ടിയിട്ടില്ല. കാരണം കടകളൊന്നും ഇല്ല ആ സമയത്ത്, എല്ലാം അടഞ്ഞു കിടക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇല്ല. നമുക്ക് ആ സമയം അന്നത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പോലീസുകാർ ഓടിച്ചിട്ട് അടിക്കൽ, ചക്ക കൊടുക്കാൻ പോയിട്ട് പിടിച്ചത്, അങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നത്തെ കാര്യങ്ങൾ കുറേ കോമഡി ആയിട്ട് തോന്നും. കുറേ നമ്മൾ അനുഭവിച്ചവർക്ക് അറിയാം എൻ്റെ ഭീകരാന്തരീക്ഷം എന്തായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ഓരോ സ്കാനിങ്ങുകൾ കഴിഞ്ഞു. അങ്ങനെ 5ാമത്തെ സ്കാനിങ് കഴിഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറിയത്. LP ലീവൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അൺലോക്കിംഗ് സിസ്റ്റം തുടങ്ങിയ സമയത്ത് ഞാനൊരു സെക്കൻഡ് അൺലോക്കിംഗ് ആയപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അപ്പോഴാണ് എനിക്കൊരു മനസ്സിലൊരു സംശയം, എൻ്റെ അനോമലി സ്കാനിങ് കറക്റ്റ് ആണോ എന്നൊക്കെ തോന്നി. അങ്ങനെ 2ാമത് സ്കാനിങ് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ യൂട്രസ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെലിവറി എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കുന്നത്. 5.5 മാസം എനിക്ക് ആയിട്ടുള്ളൂ. ഓൺ ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഞാൻ പിന്നെ പോകുന്നത് ഗൈനി OTയിലായിട്ടാണ്. അവിടെ പോയി എനിക്ക് സ്റ്റിച്ചിട്ട് പിന്നെ അന്ന് തൊട്ട് കിടപ്പായിരുന്നു. കാല് പൊക്കി വെച്ച് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കരമായൊരു ഇതായിരുന്നു. അതിന് ശേഷം ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബറിലായിരുന്നു ഡേറ്റ് പറഞ്ഞത്. പക്ഷേ ഓഗസ്റ്റിൽ 37 വീക്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഡെലിവറി നടത്തി. അങ്ങനെ അവനെ കിട്ടി. ഇപ്പോൾ അവന് 6 വയസ്സ് തികയണു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണു. ഭയങ്കര ഹാപ്പിയാണ്. ബായ്.
എൻ്റെ പ്രസവം നടന്നത് നോർമൽ തന്നെയായിരുന്നു കേട്ടോ. 2 ഡെലിവറി നോർമൽ തന്നെയായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.